ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ലെയർ സ്കേർട്ട് ഇങ്ങനെ തയ്ക്കണേന്ന് നോക്കാം. 3 ലെയറിലാണ് ഈ ഒരു പാവാട വരുന്നത്. അപ്പോൾ അതിൻ്റെ വീതിയും നീളവും എല്ലാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇത് നമ്മുടെ ലെയർ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ നീളവും വീതിയും എത്രയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടത് 1 മീറ്റർ തുണിയാണ്. അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് 11 ഇഞ്ചും വീതി എടുക്കേണ്ടത് 22 ഇഞ്ചുമാണ്. അടുത്ത ലെയർ രണ്ടാമത്തെയാണ്. ഇതിൻ്റെ നീളം 6 ഇഞ്ചും വീതി എടുക്കേണ്ടത് 88 ഇഞ്ചുമാണ്. അപ്പോൾ നമുക്ക് 88 ഇഞ്ച് വീതിയുള്ള തുണി ഒരിക്കലും നമുക്ക് കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ 2 പീസിനെ ജോയിൻ ചെയ്യുക. അതായത് 44 ഇഞ്ച് തുണി വീതിയിലെടുക്കുക. അങ്ങനെ 2 പീസ് എടുത്തിട്ട് നമുക്കിങ്ങനെ ജോയിൻ ചെയ്തെടുക്കാം. മൂന്നാമത്തെ ലെയർ ഏറ്റവും അടിയിൽ വരുന്നതാണ്. അതിൻ്റെ വീതി വരുന്നത് 88 ഇഞ്ച് തന്നെയാണ്. നീളം എടുക്കേണ്ടത് 3.5 ഇഞ്ചാണ്. ഇത് തയ്യൽ തുമ്പ് അടക്കമാണ് ഞാൻ ഈ ഒരു അളവ് പറയുന്നത്. ഇനി വേണ്ടത് വേസ്റ്റ് ബാൻഡാണ്. നമ്മൾ സ്കേർട്ടിന് മുകളിൽ നമ്മൾ സെപ്പറേറ്റ് വേസ്റ്റ് ബാൻഡ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നീളം 4 ഇഞ്ചും വീതി 44 ഇഞ്ചുമാണ്. അതായത് വേസ്റ്റ് റൗണ്ട് ലൂസ് അടക്കം നമ്മൾ 44 ഇഞ്ചാണ് എടുക്കുന്നത്. ഈ രണ്ടാമത്തെ ലെയറിൽ ഞാൻ ഇതുപോലെ 2 പീസായിരുന്നു, അത് നമുക്കിതുപോലെ ജോയിൻ ചെയ്യാം. ഇനി മൂന്നാമത്തെ ലെയർ ഏറ്റവും ലാസ്റ്റ് ഇതുപോലെ ഫ്രില്ല് വയ്ക്കാനുള്ളതാണ്. അതും ഇതുപോലെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 അളവും സെയിം ആയിരിക്കണം വീതി എടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രില്ല് വയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ചുറ്റും നമ്മൾ അടിച്ചു കൊടുക്കാം. നമുക്ക് സ്ട്രേറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് കുഞ്ഞ് ഗ്യാദറിങ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ താഴ്ഭാഗം ഇതുപോലെ മടക്കി തയ്ച്ചു കൊടുക്കണം. ഒരു 4 ഇഞ്ചിൽ ഇതിൻ്റെ ഈ ഒരു പീസിൻ്റെ അടിവശവും തയ്ച്ചു കൊടുക്കണം. ഇവിടെ രണ്ടും ഒരുമിച്ച് നമ്മൾ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ ഈ നൂലിങ്ങനെ വലിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ചുരുക്ക് കിട്ടുന്നത്, ചെറിയ ചെറിയ ചുരുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ലെയർ നമ്മൾ റെഡിയായി. അപ്പോൾ അതൊരു ഒറ്റ ലെയർ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫസ്റ്റ് ലെയർ, അതിനാണ് വീതി കൂടുതൽ, നീളം കൂടുതൽ വരുന്നത്. അതായിട്ട് നമ്മളിവിടെ ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ തുണീനെ ഞാൻ ഇതുപോലെ അതിൻ്റെ നല്ല വശത്ത് ഈ ഒരു പീസ് വെച്ചിട്ട് അതിൻ്റെ ചുറ്റും അടിച്ചു കൊടുക്കാം. 44 ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് ഫസ്റ്റ് ലെയറിൻ്റെ. അപ്പോൾ നമ്മൾ ചുരുക്കിട്ട ശേഷം 44 ഇഞ്ചിലേക്ക് ഈ ഒരു തുണീനെ നമ്മൾ കൊണ്ടുവരണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് 2 എണ്ണം ഇതുപോലെ അടിച്ച് കിട്ടും. ഇങ്ങനെ നമ്മൾ ഫുള്ളിൻ്റെ ചുറ്റും അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ തുണീൻ്റെ വീതി കൂടുതൽ 88 ഇഞ്ച് വരെ നമ്മൾ എടുക്കാൻ കാരണം. ചുരുക്കിടുമ്പോൾ നമുക്ക് 44 ഇഞ്ചിലേക്ക് കിട്ടും. അപ്പോൾ ഇവിടുത്തെ വീതി വരുന്ന 22 ഇഞ്ചാണ്. അത്ര തന്നെ വീതി നമ്മൾ വേസ്റ്റ് ബാൻഡിനും എടുക്കാം. വേസ്റ്റ് ബാൻഡിൻ്റെ ലെങ്ത്ത് വരുന്നത് 4 ഇഞ്ചാണ്. ഇനി നമുക്ക് ഈ ഒരു വേസ്റ്റ് ബാൻഡ് ഇതിൽ എങ്ങനെയാണ് അടിക്കണേന്ന് നോക്കാം. ഇതുപോലെ നല്ല വശത്ത് വേസ്റ്റ് ബാൻഡ് ഇതുപോലെ വയ്ക്കാം. എന്നിട്ട് ഈ അറ്റത്തുനിന്ന് ഇതുപോലെ ഫുള്ളും തയ്ക്കാം. അതിനുശേഷം ഇതുപോലെ മടക്കിയിട്ട് ഉള്ളിലേക്ക്, അതിൻ്റെ ചീത്ത വശത്തേക്ക് ഉള്ളിലേക്ക് മടക്കി അടിക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ അറ്റം വരെ ഇതുപോലെ ചുറ്റടിച്ചു കൊടുക്കാം. അതിൻ്റെ നല്ല വശത്ത് ഞാൻ അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനുള്ളിലേക്ക് ആക്കിയിട്ട് ഒരു വട്ടം കൂടി അടിച്ചു കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ആ സ്റ്റിച്ചിങ്ങിൻ്റെ താഴെയായിട്ട് ഇതുപോലെ കൊണ്ടുവരാം. ഇതിൻ്റെ മുകളിൽ പിന്നെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ചുറ്റും വേസ്റ്റ് ബാൻഡ് അടിച്ചു കഴിഞ്ഞു. ഇനി ഈ തുണീനെ ഇതുപോലെ നല്ല വശത്തായിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം അടിച്ചു കൊടുക്കാം. ആ വേസ്റ്റ് ബാൻഡിൻ്റെ അറ്റം മുതൽ സ്കർട്ടിൻ്റെ അറ്റം വരെ ഇതുപോലെ ഒരു 4 ഇഞ്ച് ഗ്യാപ്പിൽ തയ്ച്ചു പോവാണ്. ഇലാസ്റ്റിക്കിൻ്റെ വീതി എടുക്കുന്നത് 20 ഇഞ്ചാണ്. അതാണ് കറക്റ്റ് വേസ്റ്റ് റൗണ്ടായിട്ട് വരുന്നത്. അപ്പോൾ അത് തന്നെ സെയിം ഇലാസ്റ്റിക്കിലെടുക്കാം.
അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിച്ച ഹോള്. അപ്പോൾ അത് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്ക്കാൻ പറ്റിയൊരു ലെയർ സ്കേർട്ടാണ്. സാധാരണ നമ്മൾ ലെയർ സ്കേർട്ട് എന്ന് പറയുമ്പോൾ 3 ലെയർ അല്ലെങ്കിൽ 4 ലെയർ ഫ്രില്ല് പോലെ വരുന്നതാണ്. അപ്പോൾ അതിനേക്കാൾ വ്യത്യസ്തമായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം ഇങ്ങനത്തെ ഒരു സ്കേർട്ട് പാറ്റേൺ. ഇതിൻ്റെ അടിയിൽ മാത്രമാണ് ഇതുപോലെ ഫ്രില്ല് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.